നമ്മുടെ ചാനലിൽ 3K റീച്ച് ആയിട്ടുണ്ട് കേട്ടോ. കുരുമുളക് നമ്മളിവിടെ ചതച്ച് വെച്ചിട്ടുണ്ട്. അത് ഉപ്പിട്ടിട്ടൊന്ന് പുരട്ടിയെടുക്കാം. കാന്താരി ചിക്കനിലേക്കുള്ള കാന്താരി നേരത്തെ പറിച്ചു വെച്ചിരുന്നു. ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ കുക്കിംഗ് വീഡിയോസ് നമ്മൾ കുറച്ചായിട്ട് ചെയ്തിട്ട്, അപ്പോൾ ഇതൊരു കുക്കിംഗ് വീഡിയോ ആണ്. മാത്രമല്ല നമ്മുടെ ചാനലിൽ 3K റീച്ച് ആയിട്ടുണ്ട് കേട്ടോ. നമ്മൾ 2-3 ഷോർട്സ് വൈറലായി, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഇന്നൊരു വെറൈറ്റി എന്ന് പറയാൻ പറ്റില്ല, നമ്മുടെ വീട്ടിലെ കാന്താരി വെച്ചിട്ടൊരു കാന്താരി ചിക്കൻ ചേച്ചി വരുന്നുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കുകയാണ്. അപ്പോൾ നമ്മൾ ഉണ്ടാക്കുന്നതിലെല്ലാം അപ്പോൾ അവൾ കയറി വരിക, അപ്പോൾ അവളെ കൂടെ കൂട്ടാം. അപ്പോൾ നമുക്ക് കാന്താരി ചിക്കൻ്റെ പ്രിപ്പറേഷനിലേക്ക് പോകാം. അപ്പോൾ കാന്താരി ചിക്കനിലേക്കുള്ള കാന്താരി നേരത്തെ പറിച്ചു വെച്ചിരുന്നു. അതിൻ്റെ നെറ്റ് കളഞ്ഞ് വേറക്കാം. കാന്താരി ചിക്കന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം ചിക്കൻ പുഴുങ്ങിയെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുരുമുളക് ഒന്ന് ചതച്ചെടുക്കാം. അപ്പോൾ ചിക്കൻ പുഴുങ്ങിയെടുക്കാൻ വേണ്ടിയിട്ട് പച്ചക്കുരുമുളക് നമ്മളിവിടെ ചതച്ച് വെച്ചിട്ടുണ്ട്. അത് ഉപ്പിട്ടിട്ടൊന്ന് പുരട്ടിയെടുക്കാം. ആവശ്യത്തിന് ഉപ്പ്. ഇനി നല്ലപോലെ ഒന്ന് കുഴച്ചെടുക്കാം. ചിക്കൻ അപ്പോൾ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. കാന്താരി ചിക്കനൊക്കെ ആവശ്യമായ മസാല ഉണ്ടാക്കുന്നത്. അപ്പോൾ ഓരോന്ന് ഇട്ട് കൊടുക്കും. ആദ്യം സവാള കേട്ടോ, കുറച്ച് വെളുത്തുള്ളി, കുറച്ച് ഇഞ്ചി, മെയിൻ കാന്താരിയാണ് ആവശ്യം, പിന്നെ മല്ലിച്ചപ്പ്. ഇനി അപ്പോൾ ഇതൊന്ന് അരച്ചെടുക്കാം. കാന്താരി ചിക്കനിക്കുള്ള മസാല റെഡി ആക്കി ചിക്കൻ നമ്മൾ വേവാൻ വേണ്ടി കുക്കറിൽ വെച്ചതാണ്. ഒരു വിസിലടിച്ചിട്ട് ഏകദേശം റെഡി ആയിട്ടുണ്ട്. ചിക്കൻ ഏകദേശം പകുതി വേവായിട്ടുണ്ട്. ഇനി നമുക്കിത് ചൂടായതുകൊണ്ടൊരു കയ്യിൽ വെച്ച് പാത്രത്തേക്ക് മാറ്റാം. അപ്പോൾ കാന്താരി ചിക്കനിക്കുള്ള മസാല റെഡിയാക്കിയത് നമുക്ക് ചിക്കനിക്കൊന്ന് പുരട്ടി കൊടുക്കാം. നല്ല ചൂടാണല്ലേ? ചൂടുണ്ട്. അതുകൊണ്ട് ഒരു കയ്യിൽ ഉപയോഗിച്ചിട്ട് വേണം ഇളക്കാൻ, അല്ലെങ്കിൽ നമുക്ക് കൈ കൊണ്ട് മിക്സ് ചെയ്താൽ മതിയോ. ഇനി നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ചെറിയൊരു പുളിക്ക് വേണ്ടി നമുക്ക് നാരങ്ങ പിഴിഞ്ഞെടുക്കാം. നേരത്തെ
നേരത്തെ മസാല പുരട്ടി വെച്ച ചിക്കൻ നമുക്കിനി ഒന്ന് വറുത്തെടുക്കാം. ഓൾറെഡി വെന്ത ചിക്കനാണ്, അപ്പോൾ ഒന്ന് ചെറുതായിട്ടൊന്ന് പൊരിച്ചെടുക്കാനുള്ളൂ. കാന്താരി ചിക്കൻ ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് എടുക്കാം. നമ്മളെ പരീക്ഷണമാണിത്. ഫസ്റ്റ് ടൈമാണ് ഉണ്ടാക്കുന്നത്. എങ്ങനെ ഉണ്ടാവും എന്നൊന്നും അറിയില്ല. വലിയ വലിയ പീസാണ് ശരിക്കും വേണ്ടത് അല്ലേ? നമ്മൾ നല്ല ഉടഞ്ഞു പോയി. ഇതൊരു കളർ ഉണ്ടെന്ന് അശ്വതി ഉണ്ട്. അതല്ല ആ കളർ എന്താ ലച്ചുടിക്കാത്ത. അപ്പൊ കാന്താരി ചിക്കൻ റെഡി ആയിട്ടുണ്ട്. കുറച്ച് മന്തി വാങ്ങിയിട്ടുണ്ട്. ചേച്ചിയൊക്കെ വന്നുകൊണ്ട് നമുക്ക് വിളമ്പാം. ആന്റിന്റെ കാന്താരി ചിക്കൻ അടിപൊളിയായിട്ടുണ്ട്. നമുക്ക് അടുത്ത വീഡിയോക്ക് കാണുന്നവരെ ബൈ.